സർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇന്നലെ ചെറുതായി പരാമർശിച്ചു പോയതാണ്. ഞങ്ങൾ പഠാൻകോട്ടിലേക്ക് കടക്കുമ്പോൾ ആകാശത്ത് വട്ടപ്പെട്ട് പറന്ന ഒരു കളിപ്പാട്ടം, ഡ്രോൺ എന്ന പേരിട്ട് പാകിസ്ഥാൻ വിളിക്കുന്നത്. ഇത് ടർക്കിയിൽ നിന്നോ മറ്റോ കിട്ടിയ പ്ലാസ്റ്റിക് സാധനമാണെന്ന് തോന്നുന്നു. ഇതിൽ ആംസ് അമ്യൂണിഷൻ ഇല്ല. എന്നാൽ അവരുടെ കയ്യിൽ അതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ചിലത് കാര്യം രാത്രി ശ്രദ്ധേയം എന്ന് പറയുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇരു രാഷ്ട്രങ്ങളും പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയും സേനാ വക്താക്കളും വന്ന് പ്രഖ്യാപിച്ച ശേഷം വീണ്ടും പാകിസ്ഥാൻ രാത്രിയിൽ അതിലൊരെണ്ണം പുറത്തെടുത്തു. ആംഡ് ആയിട്ടുള്ള ഡ്രോൺ പുറത്തെടുത്തുന്നു ഒരു ഭാഗത്തത്. മറുഭാഗത്ത് ഭാരതം ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ തികഞ്ഞ സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഭാരതം നിൽക്കുന്നുവെങ്കിൽ അത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് നാം ആർജിച്ച പ്രതിരോധ സംവിധാനമല്ലേ. ഒരു ഭാഗത്ത് സുദർശന ചക്രം ഇങ്ങനെ പ്രതിരോധമൊരുക്കുന്നു, മറുഭാഗത്ത് ആകാശ് എന്ന നമ്മുടെ വിപുലമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള സംഗതികൾ. ഈ ഒരു അക്വിസിഷൻ ഇതല്ലേ ഭാരതത്തിന് ഇന്ന് തുണയാകുന്നത് എന്നും കരുത്തേകുന്നത്. സർ, അക്വിസിഷൻ നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചില അക്വിസിഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തില് അക്വിസിഷന്റെ പേസ്, അതിന്റെ സ്പീഡ്, അതിന്റെ സ്കെയിൽ വളരെ കുറവാണ്. കാരണം നമ്മൾ ഇന്നും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നും പല എക്വിപ്മെന്റിലും വളരെ ആവശ്യമുള്ള അത്രയും എക്വിപ്മെന്റ്സ് നമുക്ക് ഇന്നില്ല. We have been demanding these items for procurement in the defense forces ന്റെ 2 വർഷവും 5 വർഷവും ദീർഘവർഷങ്ങളുടെ എല്ലാം ലോങ് ടേം പ്രൊക്യൂർമെന്റ് പ്ലാനിലും എല്ലാം ഇതെല്ലാം പ്രൊജക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന് തീരുമാനിക്കേണ്ടത്, അതിനുവേണ്ടി ഫണ്ട്സ് കേറ്റർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്, ആ ബജറ്റിലാണ്. നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിജനൈസേഷൻ വഴി ആകാശ് മിസൈൽ ഞാൻ മിനിയാന്ന് പറഞ്ഞതുപോലെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ അതിന്റെ നമുക്ക് ഇന്നുള്ള നമ്പേഴ്സ് തീർച്ചയായിട്ടും പോരാ. കാരണം അത് വളരെ ഈ കഴിഞ്ഞ ഒരു 2-3 ദശാണ്ടായിട്ട് നമ്മളുടെ വിന്റേജ് സിസ്റ്റം ആയിക്കൊണ്ടിരുന്ന, ഒബ്സോലസെന്റ് ആയിക്കൊണ്ടിരുന്ന പിച്ചോറ 3യും പിച്ചോറ 2 സിസ്റ്റത്തിനെയും SAM 2, SAM 3 സിസ്റ്റംസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടും, അതുപോലെ തന്നെ പുതുതായി വരുന്ന ത്രെഡ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനെ ഡെൻസ് എയർ ഡിഫൻസ് കവർ ആക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി കൂടിയാണ്. അത് ഇപ്പോഴും ഉള്ള നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ആവുന്നില്ല. നമുക്ക് ഇനിയും വേണം അത്, എങ്കിലേ നമ്മുടെ ഒരു ഓവറോൾ നാഷണൽ കവറേജ്. കാരണം നമുക്ക് ഇപ്പം ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ചൈനയുടെ ആ ത്രെറ്റ്, നമ്മളുടെ പ്രൈമറി ത്രെറ്റ് ചൈനയാണ്. ആ ചൈനീസ് ത്രെറ്റിന് വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, കേറ്റർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി കേറ്റർ ചെയ്യുന്നാൽ പാകിസ്ഥാൻ ഒരു കൊച്ചു കളി മാത്രമായിട്ടേ ഇരിക്കത്തുള്ളൂ. S-400 നമ്മൾ 5 പറഞ്ഞിട്ടുണ്ട്, 3 കിട്ടി. നമുക്ക് വളരെ ഉപയോഗപ്രദമായ അറ്റ്ലീസ്റ്റ് 3 നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് തന്നെയല്ലാതെ നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതിൽ നിന്നും നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രദീപ് പറഞ്ഞ പോലെ ഈ പ്രൊക്യൂർമെന്റ് അക്വിസിഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയണം. കാരണം നമ്മളുടെ ഇന്നും ഉള്ള പരിമിതികൾ, ഇന്നുമുള്ള ഡെഫിഷ്യൻസീസ്, അതാണ് പ്രൈമറി കാരണങ്ങൾ. ശ്രീ മോഹൻ വർഗീസ് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ചൈന നമ്മളെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴിയും നമ്മളെ എൻസർക്കിൾ ചെയ്യാൻ നോക്കുകയാണ്. അതിന് പണ്ട് തൊട്ടേ ഒരു ടേം ഉണ്ട്, സ്ട്രിംഗ് ഓഫ് പേൾസ്. ഇന്ത്യയെ സ്ട്രാറ്റജിക്കലി എൻസർക്കിൾ ചെയ്തത് ടു ടൈഡ് അസ് ഡൗൺ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഞാൻ ദക്ഷിണ ഏഷ്യ ഞാൻ ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. കാരണം നമ്മള് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്, നമ്മൾ ദക്ഷിണ ഏഷ്യ അല്ല. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പല രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ബാക്കിയുള്ള സ്ഥലങ്ങളും എല്ലാം. അതുപോലെ തന്നെ ഞാൻ മിഡിൽ ഈസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നില്ല, അത് പശ്ചിമേഷ്യയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മിഡിൽ ഈസ്റ്റ് മലേഷ്യയും ഇന്തോനേഷ്യയും തായ്ലൻഡുമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ അധികാരത്തിൽ നിന്ന കാലത്ത് ഉപയോഗിച്ച ഒരു ടേമാണ് മിഡിൽ ഈസ്റ്റ്. അത് വെസ്റ്റ് നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനെ തിരുത്തേണ്ട സമയമാണ്. പക്ഷെ ചൈന എന്നുള്ള ഈ ത്രെറ്റ്, കാരണം അവര് മിഡിൽ കിങ്ഡം എന്നുള്ള ആ സ്റ്റേറ്റസ് അവര് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ലോകത്തിലെ 1ാം നമ്പർ പവർ ആയിരിക്കാനുള്ള ഓൾറെഡി ദേ ആർ ഓൺ ദ വേ ടു സം സോർട്ട് ഓഫ് economic and manufacturing powerhouse that we know already. പക്ഷേ
അതിൽ കൂടെ തന്നെ അവരുടെ മിലിറ്ററി പവറും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതിനെ നമുക്ക് നേരിടണമെങ്കിൽ നമ്മളുടെ അക്വിസിഷൻ പ്രോസസ് ഇനിയും വളരെ ഫാസ്റ്റ് ട്രാക്ക് ആൻഡ് പ്രോപ്പർലി പ്ലാൻഡ് പ്രോസസ്. ഈ ബിഗ് ടോയ്സ് എക്യുപ്മെന്റ് മാത്രമായിട്ടല്ല നമ്മൾ വാങ്ങിക്കേണ്ടത്. നമ്മളുടെ എല്ലാവിധ കേപ്പബിലിറ്റീസ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു രാത്രിയുടെ മറവിൽ ഒരു ചെറിയ ശ്രമം നടത്തിയിരുന്നു. ആർമി ചീഫ് ജനറൽ അസിം മുനീർ അമേരിക്കയെയും സൗദിയെയും ചൈനയും സമീപിച്ച്, അതായത് രാത്രിക്ക് അർദ്ധരാത്രി പാകിസ്ഥാന്റെ ISI മേധാവിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുകയും അതിനുശേഷം തിരിച്ചടി തടയാനായി അസിം മുനീർ നേരിട്ട് അമേരിക്കയുടെയും സൗദിയുടെയും ചൈനയുടെയും സഹായം തേടി എന്നുള്ളതാണ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു കേട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് രാത്രിയുടെ മറവിൽ സുരക്ഷാ ഉപദേഷ്ടാവിനെ നിയമിക്കുന്നു, ആരെയാണ്? ISI മേധാവിയെ. മറുഭാഗത്ത് രാത്രിയുടെ മറവിൽ അസിം മുനീർ പാക് സൈനിക മേധാവി US-ന്റെയും സൗദി അറേബ്യയുടെയും ചൈനയുടെയും സഹായം തേടുന്നു ഒരു വെടിനിർത്തലിനായിട്ട്. പക്ഷെ അതിനിടെ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് അടക്കം ഭാരതം തകർത്തു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ഒരൊറ്റ സന്ദേശമല്ല ഇതിലൂടെ നൽകുന്നത്, ഇനി കളിച്ചാൽ ഒരൊറ്റ നീക്കത്തിലൂടെ, ഒരു ക്വിക്ക് നീക്കത്തിലൂടെ പാകിസ്ഥാന്റെ ആണവ ഫെസിലിറ്റി തകർത്തിരിക്കും എന്നുള്ള സൂചനയല്ലേ? ആണവായുധം കയ്യിലുണ്ട് എന്ന് കരുതി കളിച്ചാൽ തീർക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി എന്നുള്ള സന്ദേശം കൂടിയല്ലേ റാവൽപിണ്ടി നൂർഖാൻ എയർബേസ് തകർത്തതിലൂടെ ഭാരതം നൽകുന്നത്? ജോസഫ് സാർ. പ്രദീപ്, താങ്ക് യു. ഈ രാത്രിയിൽ നമ്മൾ ഈ ടൈം ലൈൻ നമ്മളൊന്ന് നോക്കണം. രാവിലെ 9 മണിക്ക്, ഇന്നലെ രാവിലെ 9 മണിക്ക് അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ ആർമിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിക്കുന്നു. ഇങ്ങനെ പറയുന്നു നമുക്ക് നിർത്താം എന്നുള്ളത്. പക്ഷേ നമ്മൾ മിക്കവാറും അതിന് ആ സമയത്ത് സമ്മതിച്ചു കാണുകയില്ല. കാരണം അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യണമായിരുന്നു, ചില പോയിന്റ് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ആയിരിക്കാം നമ്മൾ തീർച്ചയായിട്ടും രാവിലെ 9 മണിക്ക് സമ്മതിക്കാതിരുന്നത്. കാരണം അതിനുശേഷം ഒരു 9:45, 10 മണിയോട് കൂടിയാണ് ചക്ലാല ബേസും അത് റാവൽപിണ്ടിക്ക് അടുത്തുള്ള നൂർഖാൻ ബേസ് എന്ന് പറയുന്നതും, അതിനുശേഷം സർഗോഡയും റഫിക്കയും എല്ലാം അറ്റാക്ക് ചെയ്തു. ജേക്കോബാബാദ്, ഇതെല്ലാം വളരെ പ്രധാനമായ F-16s അവർക്ക് ശക്തമായി വിനിയോഗിച്ചിരിക്കുന്ന ബേസസ് ആണ് ഇതിൽ ചിലത്, പ്രത്യേകിച്ചും ജേക്കോബാബാദും സർഗോദയും എല്ലാം. അതിനെയൊക്കെ നമ്മൾക്ക് ഒരു ശക്തമായ രീതിയിൽ പ്രഹരിച്ചുകൊണ്ട് നമ്മളുടെ ആ പോയിന്റ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് പ്രദീപ് പറഞ്ഞത് ശരിക്കും ഉള്ള ഒരു വാസ്തവമാണ്. അതിനുശേഷമാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു വേർഡ് ഓഫ് കോഷൻ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ആണവ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ആണവായുധങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. കാരണം അത് എപ്പോഴും ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് എസ്കലേഷൻ. അതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ അവിടുന്ന് നീക്കം ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു തന്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇന്റർനാഷണൽ പ്രഷർ. കാരണം നമ്മളിപ്പം പല പ്രാവശ്യവും പറഞ്ഞു പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ആ പാകിസ്ഥാൻ ഫെയിൽഡ് സ്റ്റേറ്റിനെ അവരുടെ റോഗ് സ്റ്റേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ആര് ഇതെല്ലാം കൺട്രോൾ എടുക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര നിലത്തിലുള്ള ശരിയായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആണവായുധങ്ങളെ അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അവർക്കും തിരിച്ചടിക്കാൻ സാധിക്കും. അതിന്റെ ദുർഗുണങ്ങൾ ആർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളുടെയാണ് കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, നമ്മുടേതാണ് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇൻഡസ്ട്രിയലി, ഇക്കണോമിക്കലി, അഗ്രികൾച്ചറലി, എല്ലാ വിധത്തിലും. അത് നമുക്ക് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, പക്ഷേ അതിന് അവർക്ക് തിരിച്ചടിക്കാൻ സാധിക്കുക എന്നുള്ള 200% നമ്മൾ ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രദീപ്. അല്ലാതെ നമ്മൾ ജിങ്കോയിസത്തിലേക്ക് പോകരുത് ഒരു കാര്യത്തിൽ. വേർഡ് ഓഫ് കോഷൻ. താങ്ക് യു. സൂക്ഷ്മതയോടെ ചെയ്യേണ്ട നടപടികളാണ് അതെല്ലാം തന്നെ. വളരെ കൃത്യമായി അത്തരം നടപടികളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകാതിരിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ എന്നുള്ളതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നത്. നമുക്ക് കഴിയും ചെയ്യിപ്പിക്കരുത് എന്നുള്ളത്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അത് കഴിയും. നിങ്ങളുടെ വ്യോമാതിർത്തിയും LOCയും ഒന്നും കടന്നു വരാതെ തന്നെ നിങ്ങളുടെ ഏത് മേഖലയും നിങ്ങളുടെ ഏത് അസറ്റും
നശിപ്പിക്കാൻ നിമിഷങ്ങൾ മതി എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ നൽകിയത്. അത് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ, സമാധാനം പുലരട്ടെ, വെടിനിർത്തൽ ധാരണകൾ പാലിക്കാൻ പാകിസ്ഥാന് സാധിക്കട്ടെ. മറ്റൊരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി. എന്തായാലും ആ ഒരു അവസ്ഥ ജനൻ ടിവിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു ദേശീയ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ പറഞ്ഞത്, ഈ മൈക്കിലൂടെ അല്ലാതെ പറഞ്ഞത് പുറത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം അസഭ്യവർഷത്തോടുകൂടി പറയുന്നതാണ്, അപ്ഡേറ്റ് തരൂ എന്ന് പറയുന്നു. ഒടുവിൽ അപ്ഡേറ്റ് തരുമ്പോൾ ഇത് ഫേക്ക് എന്തിനു തന്നു എന്ന് ചോദിക്കുന്ന ഓഡിയോ സഹിതം ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ജിഷ്ണു. എന്തായാലും അപ്ഡേറ്റിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ പ്രേക്ഷകരിൽ കൃത്രിമമായി ഒരു താല്പര്യം ജനിപ്പിക്കാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇല്ലാത്ത വാർത്ത കൊടുക്കുക, തകർക്കാത്ത താവളങ്ങൾ തകർത്തെന്ന് പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ 1-ന് 10 10-ന് 100 കയറ്റി പറയുക, ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിന് ചെയ്യുന്ന പോലെ കൗണ്ടിങ് തുടങ്ങും മുമ്പേ ലീഡ് നില പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ ചിലരെങ്കിലും അത് പ്രവർത്തിച്ചെങ്കിൽ അക്കൂട്ടത്തിൽ ജനൻ ടി വി ഇല്ല എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മൾ വിവരങ്ങൾ, വെള്ളം ചേർക്കാത്ത വിവരങ്ങൾ മാത്രമാണ് കൃത്യമായി ഇന്നലെ രാത്രി വരെയും ജിഷ്ണു നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പോലും കൃത്യമായി കൺഫേം ചെയ്ത ശേഷം കൃത്യമായ സൈനിക ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രേക്ഷകരിലേക്ക് നാം എത്തിച്ചത് ജിഷ്ണു.